ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിലൂടെ പറയുന്ന കാര്യം, ഇന്ന് ലോൺ എടുത്ത് വീട് വയ്ക്കാൻ നിൽക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ. ഇപ്പോൾ പലരും കുറേ പൈസ കയ്യിലുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ പ്ലാന് ചിലപ്പോൾ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷമൊക്കെ ആയിരിക്കും. 10, 15, 20 ലക്ഷം രൂപ കയ്യിൽ കാണും. ബാക്കി ലോൺ എടുത്തൊക്കെ നമുക്ക് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാനൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ വേറെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ചെറിയൊരു വീട് മതിയാവും. വലിയ വീടിൻ്റെ പ്ലാന് നോക്കുന്നവരും അതൊന്ന് റീതിങ്ക് ചെയ്യുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോഴത്തെ ഒരു ചെറിയൊരു ഫാമിലിയാണ്. പിന്നെ ഫ്യൂച്ചറിൽ മക്കൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. മിക്കവാറും നമ്മൾ വേറെ കൺട്രീസിലോട്ടൊക്കെ ആയിരിക്കും അവരുടെ പ്ലാന്. ചിലപ്പം കാനഡ, UK അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം ട്രെൻഡ്. അപ്പം ആ സമയത്ത് നമ്മളിപ്പം നമ്മളെ സമ്പാദ്യം കൊണ്ട് വീട് വയ്ക്കും. പിന്നെ ആ സമയത്ത് അവർ ചിലപ്പം അങ്ങോട്ട് പോകും, ചിലപ്പം കല്യാണം കഴിച്ച് അങ്ങോട്ടായിരിക്കും അയക്കുന്നത്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ വീട് അങ്ങനെ അനാഥമായിട്ട് അങ്ങനെ കിടക്കും. ചിലപ്പോൾ നമ്മളിവിടെ ആയിരിക്കും, ഇപ്പം വിദേശത്തായിരിക്കും നമ്മളെപ്പോഴും ഉള്ളത് ഫാമിലി ആയിട്ട്. പിന്നെ എന്ത് ചെയ്യും? അവർ മക്കൾ ചിലപ്പോൾ വേറെ രാജ്യത്തോട്ട് പോകും. പിന്നെ ഈ വീട് നമ്മൾ ഒന്നിലെ വാടകയ്ക്ക് കൊടുക്കും, പിന്നെ അങ്ങനെ അടച്ചിട്ട് പിന്നെ നമ്മളതിൻ്റെ ലയബിലിറ്റി അടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതിലൂടെ തന്നെ ഇപ്പം ലോൺ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർ ഒന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കൂ, ലോൺ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഇത് പറയാൻ കാരണം, എടുത്തിട്ടുള്ള പല ആൾക്കാരും, ഒത്തിരി പേര് എടുക്കാൻ നമ്മൾ ബാങ്കുകൾ സാലറി ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും, പിന്നെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ സിവിൽ സ്കോർ, പിന്നെ NRIs ആണെങ്കിൽ ഇവിടെ ഏത് രാജ്യത്താണ് അവിടുത്തെ ബ്യൂറോ, ഇപ്പോൾ അവിടുത്തെ റിപ്പോർട്ട്, എന്നിട്ട് ക്രെഡിറ്റ് ഹിസ്റ്ററിയൊക്കെ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ഏത് ബാങ്കുകളായാലും ലോൺ കിട്ടും നാട്ടിലന്ന്. അപ്പോൾ എത്ര ലക്ഷം വേണമെങ്കിലും അവർ തരും. പക്ഷേ അടവും നമ്മൾ കറക്റ്റ് അടച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ വേണമെങ്കിൽ വീണ്ടും അത് നമുക്ക് വേറെ ലോണൊക്കെ എടുക്കുന്നെങ്കിൽ എല്ലാം പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അത് വീടാണ് വയ്ക്കാൻ നിങ്ങൾ ധൃതിയൊന്നുമില്ല, പതുക്കെ വെച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ ആദ്യമേ സ്വന്തമായിട്ട് ഉള്ള പൈസയ്ക്ക് തന്നെ കുറേശ്ശെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ലോൺ ഒരിക്കലും എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. എന്തെന്ന് പറഞ്ഞാൽ ഒരു ലയബിലിറ്റിയാണ്, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. നമുക്ക് ഇടയ്ക്ക് അറിയാമല്ലോ, ഒരു കൊറോണ വന്നപ്പോൾ ഉള്ള സ്ഥിതി. എല്ലാവർക്കും സാലറി ഉണ്ടായിരുന്ന എല്ലായിടത്തും നല്ല ജോലി, നല്ല ശമ്പളമായിരുന്നവർക്ക് പോലും ശമ്പളം പകുതിയാക്കി. ആ സമയത്ത് വിദേശത്ത് ലോൺ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഞാനും ബാങ്കിങ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എനിക്കറിയാം പലരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നാട്ടിലൊക്കെ ലോണും കൂടെ ഉണ്ടെങ്കിൽ ഉള്ള കാര്യം ആലോചിച്ച് നോക്കും. ജോലി പോയ ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലേ? നമ്മൾ ഇപ്പം നാട്ടിലൊരു 30 ലക്ഷമൊക്കെ എടുക്കുന്നെങ്കിൽ എങ്ങനെയായാലും 30,000 35,000 രൂപയ്ക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വരുന്ന. അപ്പോൾ അത് നമുക്ക് അടയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊരു 2 മാസം 3 മാസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഭയങ്കര ശല്യമായിരിക്കും, വീട് കയറി ഇറങ്ങി കളക്ഷൻകാർ. അതുപോലെ നമുക്ക് ടെൻഷനായിരിക്കും. പിന്നെ നമ്മൾ നാട്ടിൽ ഫുള്ള് കളക്ഷൻ വരുമ്പോൾ നമ്മൾ വിദേശത്താണെങ്കിൽ നമ്മൾ നാറും, അവൻ വിദേശത്താണ്, പൈസ അടയ്ക്കുന്നില്ല, അങ്ങനെ ആൾക്കാർക്കൊന്നും അറിയണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. ഞാൻ പറയുന്നത് ഇതെല്ലാം കാര്യങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ ഒരു സജഷനാണ് കേട്ടോ. നമുക്ക് ഉള്ള കാര്യം, ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ലോണ് അധികം എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്ഥലം ഇല്ലെങ്കിൽ പോലും എവിടെന്നെങ്കിലും ഉള്ള പൈസയ്ക്ക് ഒരു ചെറിയ സ്ഥലം വാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ നിന്ന് കുറച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും JCB കയറ്റി നിരത്താനുണ്ടെങ്കിൽ വസ്തു നല്ല നിരപ്പാക്കി എല്ലാം ഇടുക. എഞ്ചിനീയറെ കണ്ട് പിന്നെ പ്ലാൻ വരച്ചിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റിനുള്ള കുഴിയൊക്കെ എടുത്തിട്ടിട്ട് സാധനങ്ങൾ ആദ്യം ഇറക്കുക. നമുക്ക് ആദ്യം കല്ലാണെങ്കിൽ കല്ല് ഇറക്കുക, കരിങ്കല്ല് ഇറക്കിയിടുക ഉള്ള പൈസയ്ക്ക്. കുറച്ച് ലേബേഴ്സിനെ നോക്കിയിട്ട് നമുക്ക് ബേസ്മെൻറ്റ് കിട്ടുക ആദ്യം. കിട്ടിയിട്ട് പിന്നെ അത് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പൈസ കുറച്ച് കിട്ടുമ്പോൾ അത് ഇറക്കി വയ്ക്കുക. പിന്നെ പടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് ചെയ്യും. നമ്മൾ എന്തായാലും നമ്മൾ ലോൺ എടുത്താലും ഇല്ലെങ്കിലും നമ്മൾ കുറേ ടൈം എടുക്കും. നാട്ടിൽ നമ്മൾ ലോൺ എടുത്താൽ പോലും നമ്മളെ നാട്ടിൽ ആരും നോക്കാനില്ലെങ്കിൽ ഈ ലേബേഴ്സിന് കൊടുത്താലും
കോൺട്രാക്റ്റ് കൊടുത്താൽ പോലും അവർ ആദ്യത്തെ ഒരു പറയും ഇത്ര രൂപ മതി, പിന്നെ അവർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ അല്ലേ? അതുപോലെ കുറേ നമ്മൾ ഡെയിലി കൂലി കൊടുത്ത് ചെയ്യണമെങ്കിൽ പോലും കുറേ പേര് പറ്റിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ചെറിയ വീടായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ തന്നെ കുറേശ്ശെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുക. അപ്പം നമ്മളെ ഉള്ളതിന് കടമില്ലാതെ പരമാവധി കടമാക്കാതെ നിങ്ങൾ വീട് വെച്ച് നോക്കൂ. ഇപ്പം ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്, എനിക്കൊരു വീട് വയ്ക്കണം. ഞാനും അങ്ങനെയാണ് ആലോചിച്ചിരിക്കുന്നത്. ലോൺ എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കൂ. ഇല്ലെങ്കിൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പമാണല്ലോ എടുക്കാൻ. പക്ഷെ 15-20 കൊല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കും. നമുക്കിപ്പം ഒരു 30 വയസ്സ്, നമ്മൾ 20 കൊല്ലം എന്ന് പറയുമ്പോൾ 50 വയസ്സായി അല്ലേ? അതുവരെ നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ ആരോഗ്യം വേണം, അതുവരെ ജോലി ചെയ്യാൻ. ഇല്ലെങ്കിൽ പിന്നെ ലൈബിലിറ്റി നമ്മൾ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ജപ്തി കാര്യങ്ങൾ, ബാങ്കിൻ്റെ നോട്ടീസ് കാര്യങ്ങൾ, ഒരു 4-5 മാസം പെൻഡിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ നമ്മളെ വിളിച്ച്, നമ്മൾ ഗൾഫിലാണെങ്കിൽ പോലും അവർ വിളിച്ചിങ്ങനെ ആയിരിക്കും, പൈസ താ എന്ന് പറഞ്ഞിട്ട്. പൈസ ഇല്ല ചേട്ടാ, അവിടെ നിന്ന് വിളിക്കുന്നു, ഇവിടെ നിന്ന് വിളിക്കുന്നു. അവർക്ക് വീട്ടിൽ ശല്യമായിരിക്കും. പരമാവധി നിങ്ങൾ കുറച്ചും കൂടെ ക്ഷമിച്ച്, ഇപ്പം 6 മാസം കൊണ്ട് തീരുന്നത് ചിലപ്പോൾ 1-1.5 കൊല്ലം എടുക്കും വീട് കെട്ടിത്തീരാൻ. പക്ഷേ ലോണില്ലാതെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കൂ. അതായിരിക്കും ഏറ്റവും നല്ലത്. ലയബിലിറ്റി ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പഴയ വീഡിയോസും കൂടെ എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.